ദിശ അക്കാഡമിയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുവല്ലായിരുന്നു. സിഗ്നേച്ചർ ബാച്ചുകാർക്ക് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എക്കണോമിക് പോളിസീസ് അണ്ടർ ബ്രിട്ടീഷ് റൂൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അല്ലേ. അപ്പൊ അതിനകത്ത് നമ്മൾ എന്താണ് ആ റൂൾസിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. ഫേസ് 1 കമ്പനി റൂൾ എന്നും ഫേസ് 2 ക്രൗൺ റൂൾ എന്നും തിരിച്ചു. ഇതിന് നമ്മൾ കമ്പനി റൂൾസ് ഫുള്ള് പറഞ്ഞു തീർത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ. അത്യാവശ്യം എല്ലാവരും ഒന്ന് റിവൈസ് ഒക്കെ ചെയ്തോണേ. ഏതൊക്കെയായിരുന്നു നമ്മൾ അമെൻഡിങ്, ആദ്യം നമ്മൾ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ 1781 അതൊന്ന് അമെൻഡ് ചെയ്തു, അതിനെ ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ പിറ്റ്സ് ഇന്ത്യ ആക്ട്, ആക്ട് ഓഫ് 1786, പിന്നെ 3 ചാർട്ടർ ആക്ട് 1793, 1830, 1833. നാലും പഠിച്ചു അല്ലെ. 1853 വരെ നമ്മൾ പഠിച്ചു. അത്രയും വരെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരുന്നത്. അപ്പൊ അതത്രയും 1853 ചാർട്ടർ ആക്ടിന് ശേഷമാണ് 1857 ഇവിടെ എന്തുണ്ടാവുന്നത്, നമുക്കൊരു എന്താ നമുക്കൊരു ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ സിപ്പോയി മ്യൂട്ടണി എന്നൊക്കെ പലരും പേരിട്ട് വിളിക്കുന്ന 1857 വിപ്ലവം ഉണ്ടാവുന്നു അല്ലെ. 1857 റിവോൾട്ട് ഉണ്ടാവുന്നു. 1857 റിവോൾട്ടിന് ശേഷം എന്താ സംഭവിക്കുന്നത്? 1857 റിവോൾട്ടിന് ശേഷം കമ്പനിയുടെ ഭരണം ഇവിടെ അവസാനിക്കുകയാണ് അല്ലെ. കമ്പനി ഭരണം അവസാനിച്ചു. പിന്നെ എന്തായി? നേരിട്ട് ആര് ഭരിക്കാനായിട്ട് തുടങ്ങി? ബ്രിട്ടീഷ് ക്രൗൺ ഭരിക്കാനായിട്ട് തുടങ്ങി അല്ലെ. ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ട് ഭരിക്കുവാണ്. അപ്പൊ ആ സമയത്ത് പിന്നീട് വരുന്നത് എല്ലാം എന്താണ്, അതിനെ നമ്മൾ എന്താണ് ഫേസ് 2 ക്രൗൺ റൂൾസ് എന്നാണ് വിളിക്കുന്നത്. ക്രൗൺ റൂൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1858 1947 സമയത്തിനിടയ്ക്കുള്ള ആ ഒരു റൂൾസ് ആണ് എന്ന് പറഞ്ഞാൽ ക്രൗൺ റൂൾ. ഇതെല്ലാം ആര് നേരിട്ട് കൊണ്ടുവരുന്നതാണ്? ക്രൗൺ, ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ട് നമുക്ക് നടപ്പിലാക്കിയ റൂൾസ് ആണ് ക്രൗൺ റൂൾസ് എന്നൊക്കെ പറയുന്നത് അല്ലെ. 1857 റിവോൾട്ടിന് ശേഷം എന്താ ഈ ഭയങ്കരമായിട്ട് ഇവിടെ ഉള്ള ആളുകൾ അസ്വസ്ഥരാണെന്നുള്ള ഒരു കാര്യം ബ്രിട്ടീഷ് ഗവൺമെന്റ് മനസ്സിലാക്കുകയും അവരെ ഡ്രാസ്റ്റിക് ചേഞ്ച് അഡ്മിനിസ്ട്രേറ്റീവ്, എക്കണോമിക്, സോഷ്യൽ സ്ട്രക്ചറിലൊക്കെ ഭയങ്കരമായിട്ടുള്ള എന്താണ് ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെയാണ് പിന്നീട് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇവിടെ വരുന്നത്. അപ്പൊ ഇതെല്ലാം എന്താണ്, പിന്നീട് നമ്മൾ നമ്മുടെ ഭരണഘടന രൂപീകരിക്കുന്ന സമയത്ത്, പൊളിറ്റിയുടെ സമയത്തൊക്കെ എന്ത് ചെയ്യുന്നു, പിന്നെ നമ്മൾ ഭരണഘടനയുടെ രൂപീകരണ സമയത്ത് ഭരണഘടനാ നിർമ്മാണ സഭ പല ചർച്ചകൾ നടത്തുമ്പോൾ ഒക്കെ ഈ റൂൾസ് ഒക്കെ നമ്മൾ ബേസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, പ്രധാനമായിട്ടും ഇതിൽ ഏറ്റവും നമ്മൾ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ എന്താണ് ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു ആക്ട് എന്ന് പറയുന്നത്. അതായത് ഭരണഘടനയ്ക്ക് ആകെ ഭയങ്കരമായിട്ട് പറയുന്ന ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ബ്ലൂ പ്രിന്റ് തന്നെയാണ് നമ്മുടെ ഭരണഘടന എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കാര്യം ബിക്കോസ് ഇത് ഹിസ്റ്ററിയിലും അതുപോലെ തന്നെ പൊളിറ്റിയിലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് കേട്ടോ. സോ ഓർത്ത് വെച്ചേക്കാം. അതിന്റെ നമ്മൾ ആദ്യം പഠിക്കുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 1857 റിവോൾട്ടിന് ശേഷമാണ്. ഓക്കെ, അപ്പൊ അവരിത് പറഞ്ഞത് എന്താണെന്നാണോ നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നത്? ആക്ട് ഓഫ് ഗുഡ് ഗവേണൻസ് ഓഫ് ഇന്ത്യ എന്നാണ് നമുക്ക് പറഞ്ഞു തന്നത്. ആക്ട് ഓഫ് ഗുഡ് ഗവേണൻസ് ഓഫ് ഇന്ത്യ, ആക്ട് ഓഫ് ഗുഡ് ഗവേണൻസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഏതാ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ആക്ട് ഓഫ് ഗുഡ് ഗവേണൻസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏത് ആക്ട് ആണെന്ന് ചോദിക്കും. ഏതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ആണ്. ഓക്കെ, അപ്പോൾ ഈ ആക്ട് പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എല്ലാ പവറും ഇവിടെ അവസാനിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അബോളിഷ് ചെയ്തു. അതിന്റെ പവേഴ്സും പൊസിഷൻസും ഒക്കെ ക്രൗണിന് കൈമാറി. ഓക്കെ, അപ്പോ ഇപ്പോ എന്താണ്, ആ സമയത്ത് അവർ കമ്പനി റൂളില് ഉണ്ടായിരുന്ന ഒരു എന്താണ് ചീഫ് ആയിട്ടിരുന്ന ആള് നമ്മുടെ എന്താണ് ഗവർണർ ജനറൽ ആണ് അല്ലെ. അപ്പോ അതിനുശേഷം പുതിയൊരു നമ്മളൊരു പദവി കൊണ്ടുവരുന്നു, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പദവി കൊണ്ടുവരുന്നുണ്ട്, പവർ. അപ്പൊ പിന്നെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനും കൂടി. ഓക്കെ, ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആരാണ്? ബ്രിട്ടീഷ് ക്യാബിനറ്റിലെ ഒരു മെമ്പർ ആണ് കേട്ടോ. അപ്പോ ബ്രിട്ടീഷ് ക്യാബിനറ്റിനോട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബ്രിട്ടീഷ് ക്യാബിനറ്റിലെ ഒരു മെമ്പറാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. നിങ്ങളുടെ ചോദിക്കും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പോസ്റ്റ് വന്നത് ഏത് ആക്ടിന് ശേഷമാണെന്ന്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ശേഷമാണ്. ഓക്കെ, അതിനുശേഷം സിസ്റ്റം ഓഫ് ഡുവൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് അത് അവസാനിപ്പിച്ചു. അതായത് എന്താണ്, ബോർഡ് ഓഫ് കൺട്രോൾ, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. അതായത് എക്കണോമിക് അഫയേഴ്സിന് ഒരു കൂട്ടർ, അതുപോലെ പൊളിറ്റിക്കൽ അഫയേഴ്സിന് ഒരു കൂട്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടായിട്ട് തിരിച്ചില്ലായിരുന്നോ? ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്നും. അത് നമ്മൾ അവസാനിപ്പിച്ചു. പകരം നേരിട്ടെല്ലാം ബ്രിട്ടീഷ് ക്രൗണിലേക്ക് പോവാണ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവരുവാണ് കേട്ടോ. അങ്ങനെ
ഗവർണർ ജനറൽ എന്ന് പറയുന്ന ഡെസിഗ്നേഷൻ നമ്മളല്ല അവരെടുത്ത് മാറ്റി. ഡെസിഗ്നേഷൻ ഓഫ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന എടുത്ത് മാറ്റിയിട്ട് ആ പൊസിഷന് പേര് കൊടുത്തു വൈസ്രോയി ഓഫ് ഇന്ത്യ. വൈസ്രോയി ഈസ് ദ ഡയറക്റ്റ് റെപ്രസെന്റേറ്റീവ് ഓഫ് ബ്രിട്ടീഷ് ക്രൗൺ. ആരാണ് വൈസ്രോയി? ഡയറക്റ്റ് റെപ്രസെന്റേറ്റീവ് ഓഫ് ബ്രിട്ടീഷ് ക്രൗൺ ആണ് വൈസ്രോയി എന്ന് പറയുന്നത്. ഓക്കെ, ആ സമയത്ത് ആരായിരുന്നു? കാനിങ് ആയിരുന്നു ഗവർണർ ജനറൽ എന്ന് പറയുന്നത് അല്ലെ. കാനിങ്, ലോർഡ് കാനിങ് ആണ് ഗവർണർ ജനറൽ എന്ന് പറയുന്നത്. അപ്പൊ ലോർഡ് കാനിങ് ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയിയും ലോർഡ് കാനിങ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ കേട്ടോ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയും ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ലോർഡ് കാനിങ് ആണ്. ഓർത്ത് വെച്ചേക്കണം. 1857 റിവോൾട്ടിന്റെ സമയത്ത് ലോർഡ് കാനിങ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന വൈസ്രോയി ഈസ് ദ ഡയറക്റ്റ് റെപ്രസെന്റേറ്റീവ് ഓഫ് ബ്രിട്ടീഷ് ക്രൗൺ ആണെന്ന് ഓർത്തിരിക്കാം. ഇനി ഗവർണർ ജനറലിന് ഓക്കെ എന്താണ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടായിരുന്നു അല്ലെ. ഗവർണർ ജനറൽ വാസ് ടു ഹാവ് ആൻ എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പർ ഹു വെർ ടു ആക്ട് ആസ് head of different department and their position was similar to that of cabinet ministers. ഗവർണർ ജനറലിന് അതുപോലെ ഇപ്പൊ പൊസിഷൻ മാറ്റി അല്ലെ, വൈസ്രോയി ആയി. വൈസ്രോയ്ക്ക് എന്തുണ്ട്? ഒരു എന്താണ് കൗൺസിൽ ഉണ്ട് അല്ലെ, എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ട്. എക്സിക്യൂട്ടീവ് കൗൺസിലിന് ഡിഫറെന്റ് മെമ്പേഴ്സ് ഉണ്ട്. ഈ ഓരോ മെമ്പേഴ്സും എന്തായിട്ടാണ്? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ അതായത് നമ്മുടെ ഇപ്പോഴത്തെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെ പദവി പോലെ ഒരു പദവി ആ സമയത്ത് കൊടുത്തു. എന്തിനാ? ആർക്ക് കൊടുത്തു? വൈസ്രോയ്ക്ക് കൊടുത്തു. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ മെമ്പേഴ്സിനെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും തലവന്മാരാക്കി മാറ്റി. ഇപ്പോഴത്തെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആക്കി മാറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 പറഞ്ഞത്? 1857 റിവോൾട്ടിന് ശേഷം കമ്പനി ഭരണം ഇവിടെ പൂർണ്ണമായി അവസാനിപ്പിച്ചിട്ട് ക്രൗൺ ഭരണം ഇവിടെ നേരിട്ട് ഏറ്റെടുക്കുകയാണ്. ക്രൗൺ എന്ന് വെച്ചാൽ ആരാ? ബ്രിട്ടീഷ് രാജ്ഞി ഭരണം നേരിട്ട് ഏറ്റെടുക്കുകയാണ്. ആ സമയത്ത് അവരിതിന് പറഞ്ഞത് ആക്ട് ഓഫ് ഗുഡ് ഗവേണൻസ് ഓഫ് ഇന്ത്യ എന്നാണ്. ആക്ട് ഓഫ് ഗുഡ് ഗവേണൻസ് ഓഫ് ഇന്ത്യ എന്നാണ് പറഞ്ഞത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എല്ലാ പവറുകളും അബോളിഷ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ പവറും പൊസിഷൻസും ബ്രിട്ടീഷ് ക്രൗണിലേക്ക് കൈമാറുന്നു. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പുതിയൊരു പോസ്റ്റ് കൊണ്ടുവരുന്നു. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ക്യാബിനറ്റിലെ മെമ്പർ ആണ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഈസ് റെസ്പോൺസിബിൾ ടു ബ്രിട്ടീഷ് ക്യാബിനറ്റ് ആണ്. ഡ്യുവൽ ഗവൺമെന്റ് സിസ്റ്റം, ബോർഡ് ഓഫ് കൺട്രോൾ, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ എടുത്തു കളഞ്ഞു. ഡയറക്റ്റ് എവിടേക്ക് വരുവാണ്? നമ്മുടെ ക്രൗണിന്റെ അണ്ടറിലേക്ക് വരുവാണ്. ഗവർണർ ജനറൽ എന്ന് പറഞ്ഞ ഡെസിഗ്നേഷൻ എടുത്തു കളഞ്ഞു. അത് വൈസ്രോയി ഓഫ് ഇന്ത്യ എന്ന് ചേഞ്ച് ചെയ്തു. വൈസ്രോയി ഈസ് ദ ഡയറക്റ്റ് റെപ്രസെന്റേറ്റീവ് ഓഫ് ബ്രിട്ടീഷ് ക്രൗൺ. ഇനി ഗവർണർ ജനറലിന് എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ട്. ആ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ഓരോ മെമ്പേഴ്സും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്തേക്ക് ദാറ്റ് ഓഫ് ഇപ്പോഴത്തെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെ രീതിയിലേക്ക് മാറ്റപ്പെടുന്നു. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സുകളെല്ലാം പഠിക്കുന്നത് ദിശ അക്കാഡമിയിലാണ് അല്ലെ, ദിശയിലാണ്. ദിശയിൽ NTPC ഗ്രൂപ്പ് ഡി സ്പെഷ്യൽ ബാച്ചസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ സ്പെഷ്യൽ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ആപ്പ് വഴിയാണ് കേട്ടോ. ഓൺലൈൻകാർക്ക് സെന്ററിൽ വന്ന് പഠിക്കാൻ പറ്റാത്തവർക്ക് ആപ്പ് വഴിയാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ആപ്പിലേക്ക് ഉള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ NTPCയുടെ ഗ്രൂപ്പ് ഡിയുടെയും അതുപോലെ SSCയുടെ CGLന്റെയും മറ്റ് എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള കോഴ്സുകളും അതുപോലെ ഫൗണ്ടേഷൻ ബാച്ചുകളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ആപ്പിൽ കോഴ്സ് എടുക്കണമെങ്കിൽ ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ എന്താണ് CGL കോഴ്സസ് ലൈവ് റെക്കോർഡഡ് അവൈലബിൾ ആണ് നമ്മുടെ എവിടെയാ? ദിശയുടെ ലേണിംഗ് ആപ്പിൽ. അതുപോലെ ഓഫ്ലൈൻ സെന്റേഴ്സ് ഉണ്ട്, 5ഓളം ഓഫ്ലൈൻ സെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ദിശയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് കോഴ്സ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കോഴ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കൂടുതൽ കോഴ്സുകളെ പറ്റി മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ ദിശ അക്കാഡമിയുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ക്ലാസ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലേണിംഗ് ആപ്പ് വഴി വീട്ടിൽ ഇരുന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ആണ്. 1861 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഇന്ത്യൻ കൗൺസിൽസ് ആക്ടിലാണ് ഗവർണർ ജനറലിന്റെ കൗൺസിൽ എക്സ്പാൻഡ് ചെയ്യുന്നത്. ഓക്കെ, എക്സ്പാൻഡ് ചെയ്തിട്ട് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന പേരാക്കുവാണ്. ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഇവരുടെ എല്ലാ സംഭവത്തിന്റെയും ഫ്രണ്ടിൽ ഒരു ഇംപീരിയൽ എന്നുള്ള പേര് കാണാം കേട്ടോ. ഇംപീരിയൽ. ഓക്കെ, അപ്പൊ ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന പേര് കൊടുത്തു. എന്തിന്? നമ്മുടെ ഗവർണർ ജനറലിന്റെ കൗൺസില്. ഇത് എന്തിനു വേണ്ടിയിട്ട്? ഇപ്പോഴത്തെ ഒരു നമ്മുടെ പാർലമെന്റിന്റെ ഒരു രൂപമായിട്ടും ആദ്യമായിട്ട് വരുന്നതാണ് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്നത്.
അപ്പോ ആ ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് എന്താണ് 6 തൊട്ട് 12 മെമ്പേഴ്സിൽ, ഓക്കെ, 6 തൊട്ട് 12 മെമ്പേഴ്സിനെ ആഡ് ചെയ്യാനായിട്ട് ഓതറൈസ് ചെയ്തു. അപ്പൊ അതിനകത്ത് തന്നെ അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദ മെമ്പർ ഷുഡ് ബി ഇന്ത്യൻസ്. ഓക്കെ, അപ്പൊ ഇന്ത്യൻസിനെ കൂടുതലായിട്ടും എന്തിൽ ഉൾപ്പെടുവാണ്, നിയമനിർമ്മാണത്തിൽ ഉൾപ്പെടുത്തുവാണ്. അപ്പൊ ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിക്കാൻ തീരുമാനിക്കുന്ന നിയമം ഏതാണെന്നായിരിക്കും നിങ്ങളോട് ചോദിക്കുക. അത് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861 ആണെന്ന് ഓർത്തിരിക്കുക. ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിക്കാൻ കാരണമായ നിയമം ഏതാണെന്ന് ചോദിക്കും. അത് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861 ആണ്. അപ്പോ ഇതെന്താണ്, നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ട് രൂപീകരിക്കുന്ന ഒരു സഭയാണ്. ഇതിലേക്ക് 6 മുതൽ 12 മെമ്പേഴ്സിനെ ആഡ് ചെയ്യാനായിട്ട് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861 പറയുന്നു. ഇത് എന്താണ്, ഒരു ഉപദേശക സമിതിയായിട്ട്, അഡ്വൈസറി ബോഡി ആയിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് എന്ത് പറയുന്നു, ഇറ്റ് പ്രൊവൈഡഡ് ദാറ്റ് വൈസ്രോയി ഷുഡ് നോമിനേറ്റ് സം ഇന്ത്യൻസ് ആസ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ഓഫ് ഹിസ് എക്സ്പാൻഡഡ് കൗൺസിൽ. അപ്പൊ ഇതിൽ ഇന്ത്യൻ കൗൺസിൽസ് ആക്ടിൽ 1861 ആക്ടിൽ പറയുന്നുണ്ട് വൈസ്രോയിക്ക് കുറച്ച് ഇന്ത്യക്കാരെ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ആയിട്ട് ഈ പറയുന്ന കൗൺസിലിലേക്ക് നോമിനേറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പൊ അതാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861. ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിക്കാൻ തീരുമാനിക്കുന്നു. 6 മുതൽ 12 മെമ്പേഴ്സിനെ ആഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് 4 മെമ്പേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ അത് 6 മുതൽ 12 ആയിട്ട് 12 മെമ്പേഴ്സിനെ വീണ്ടും ആഡ് ചെയ്യാനായിട്ട് പറയുന്നു. അഡ്വൈസറി ബോഡി ആയിട്ടാണ് ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആഡ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ വൈസ്രോയ്ക്ക് കുറച്ച് ഇന്ത്യക്കാരെ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നോമിനേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യവും കൂടി ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861 പറയുന്നുണ്ട്. ഓക്കെ, ഇനി 1862 ലോർഡ് കാനിങ്, ആ സമയത്ത് വൈസ്രോയി ആയിട്ടുള്ള ലോർഡ് കാനിങ് എന്ത് ചെയ്യുന്നു, 3 ഇന്ത്യക്കാരെ ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് നോമിനേറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരാരെന്നാണ് നിങ്ങൾക്ക് ചോദിക്കുക. ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരാണ് രാജ ഓഫ് ബനാറസ്. ആരാ, രാജ ഓഫ് ബനാറസ്. മഹാരാജ ഓഫ് പാട്യാല. ആരാ, മഹാരാജ ഓഫ് പാട്യാല. പാട്യാല. പിന്നെ സർ ദിനകർ റാവു. സർ ദിനകർ റാവു. ഇവരുടെ പേര് ഓർത്തിരിക്കാമോ, രാജ ഓഫ് ബനാറസ്, മഹാരാജ ഓഫ് പാട്യാല, സർ ദിനകർ റാവു. ഇത്രയും പേരാണ് ലോർഡ് കാനിങ്ങിനെ നോമിനേറ്റ് ചെയ്ത് ആദ്യമായിട്ട് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് എത്തപ്പെടുന്ന ഇന്ത്യക്കാര്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കും, ആദ്യമായി ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് 1862 വൈസ്രോയി നോമിനേറ്റ് ചെയ്ത് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് എത്തപ്പെട്ട ഇന്ത്യക്കാരിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ഉൾപ്പെട്ടത് ആരൊക്കെയാണ്, രാജ ഓഫ് ബനാറസ്, മഹാരാജ ഓഫ് പാട്യാല, സർ ദിനകർ റാവു. രാജ ഓഫ് ബനാറസ്, മഹാരാജ ഓഫ് പാട്യാല, സർ ദിനകർ റാവു. ഇത്രയും പേരാണ് 1862 എന്താണ് ലോർഡ് കാനിങ്ങിന്റെ നോമിനേഷൻ പ്രകാരം ആദ്യമായിട്ട് നമ്മുടെ ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് എത്തപ്പെടുന്ന ഇന്ത്യക്കാർ. ആരൊക്കെയാണ്, രാജ ഓഫ് ബനാറസ്, മഹാരാജ ഓഫ് പാട്യാല, സർ ദിനകർ റാവു. ഒന്നുകൂടി ഓർത്തെ, രാജ ഓഫ് ബനാറസ്, മഹാരാജ ഓഫ് പാട്യാല, സർ ദിനകർ റാവു. ഓക്കെ, അങ്ങനെ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടി അവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈ പറയുന്ന കൗൺസിൽസ് ആക്ട് 1861 കൗൺസിൽസ് ആക്ടിൽ ഡീസെൻട്രലൈസേഷൻ, അതായത് സെൻട്രലൈസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ബോംബെയിലെ മദ്രാസ് പ്രസിഡൻസീസിലെ ഒക്കെ എന്താണ് അവകാശങ്ങളൊക്കെ വെട്ടിക്കുറച്ചിട്ട് അത് ഫുള്ള് കൽക്കട്ടക്ക് കൊടുത്തേക്കുമായിരുന്നു അല്ലെ. കൽക്കട്ടയിലെ വൈസ്രോയി ആണ് പിന്നീട് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള എന്താണ്, അല്ലെ കൽക്കട്ടയിലെ ഗവർണറാണ് പിന്നീട് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഗവർണറൊക്കെ ആയിട്ട് മാറിയത്. ബോംബെയുടെ മദ്രാസിന്റെ ഒക്കെ അവകാശങ്ങൾ വെട്ടിക്കുറച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861 എന്ത് ചെയ്തു, ഡീസെൻട്രലൈസേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ലെജിസ്ലേറ്റീവ് പവേഴ്സ് ബോംബെക്കും മദ്രാസ് പ്രസിഡൻസീസിനും കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോ ഇത് പിന്നീട് അതുപോലെ തന്നെ ന്യൂ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ്, ബംഗാളിന് ന്യൂ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ്, അതുപോലെ നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസസ്, പഞ്ചാബ് 1862 എന്താ പഞ്ചാബിലും നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസുകൾ 1862 1886 1897 ഈ വർഷങ്ങളിലൊക്കെ എന്താണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ബംഗാളില് അതുപോലെ നോർത്ത് വെസ്റ്റ് പ്രൊവിൻസുകളിലും പഞ്ചാബിലും ഒക്കെ പുതിയ ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ രൂപീകരിക്കാനായിട്ട് അവകാശം കൊടുത്തു 1862 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്. അതുപോലെ തന്നെ ബോംബെ മദ്രാസ് പ്രസിഡൻസികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിയമനിർമ്മാണം നടത്താൻ പറ്റും എന്നുകൂടി പറഞ്ഞു. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഡീസെൻട്രലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു, അതൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം.
പിന്നെ രാജാവ് ഓഫ് ബനാറസ്, മഹാരാജ ഓഫ് പാട്യാല, സർ ദിനകർ റാവു, ഇവർ മൂന്നുപേരും വൈസ്രോയിന്റെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, നമ്മുടെ ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് വൈസ്രോയി നോമിനേറ്റ് ചെയ്ത് വന്ന ആദ്യത്തെ ഇന്ത്യക്കാരായിട്ട് മാറുന്നു. അതുപോലെ ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള നിയമവും ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ആണ്. അതുവഴി പറയുന്നത് എന്താണ്, 6 തൊട്ട് 12 മെമ്പേഴ്സിനെ ആഡ് ചെയ്യുക. ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് 6 തൊട്ട് 12 മെമ്പേഴ്സിനെ ആഡ് ചെയ്യുക. അതിൽ എന്താണ്, പകുതിയോളം ഇന്ത്യൻസ് ആയിരിക്കണം എന്നുകൂടി പറയുന്നുണ്ട്. ഈ ഒരു ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അഡ്വൈസറി ബോഡി ആയിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ വൈസ്രോയ്ക്ക് കുറച്ച് ഇന്ത്യക്കാരെ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ആയിട്ട് നോമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ 3 ഇന്ത്യക്കാരെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നോമിനേറ്റ് ചെയ്തതാണ് ഇവര്. അപ്പൊ അത് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓർത്തിരിക്കുക. 2 ആക്ട് ആണ് ഇപ്പൊ പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? ഒന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് 1858, അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വന്നത് വൈസ്രോയി ആയതും ഒക്കെ പറഞ്ഞു. പിന്നീട് നമ്മള് കൗൺസിൽസ് ആക്ട്, ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വന്നാണ് ഇമ്പോർട്ടന്റ്. അതിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട 3 ഇന്ത്യക്കാരുടെ പേര് അതിനേക്കാളും ഇമ്പോർട്ടന്റ്. അടുത്ത വരുന്നു വീണ്ടും അടുത്തൊരു കൗൺസിൽസ് ആക്ട് വരുവാണ്, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1892. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1892. ഓക്കെ, അപ്പൊ ഈ ആക്ടിന്റെ അണ്ടറിൽ, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1892 എന്താണ്, അണ്ടർ ദിസ് ആക്ട് നമ്പർ ഓഫ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനം വരുന്നു. പക്ഷേ ഒഫീഷ്യൽ മെമ്പേഴ്സിന്റെ എണ്ണമായിരിക്കണം എപ്പോഴും കൂടുതൽ. അതുപോലെ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ ഫങ്ഷൻസ് ഇൻക്രീസ് ചെയ്തു. അതുപോലെ തന്നെ ബഡ്ജറ്റ്, എക്സിക്യൂട്ടീവിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള അധികാരം, ഇതൊക്കെ ലെജിസ്ലേറ്റീവ് കൗൺസിലിന് കൊടുക്കുകയാണ്. ബഡ്ജറ്റിനെ ചർച്ച ചെയ്യുക, അതുപോലെ എക്സിക്യൂട്ടീവിനോട് ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യാനുള്ള അവകാശമൊക്കെ ആർക്ക് കൊടുത്തു? ലെജിസ്ലേഷന് കൊടുത്തു. ഓക്കെ, ആദ്യമായിട്ട് സിസ്റ്റം ഓഫ് എലക്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആക്ട് ഏതാണെന്ന് നിങ്ങളുടെ അടുത്ത് ചോദിക്കും. അത് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1892 ആണ്. സിസ്റ്റം ഓഫ് എലക്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബ്രിട്ടീഷ് നിയമമാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1892. ചോദിക്കുവേ നിങ്ങളുടെ അടുത്ത്, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1892 ആണ് സിസ്റ്റം ഓഫ് എലക്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓർത്തു വെച്ചേക്കാം. അടുത്തതും അതേ പേര് തന്നെയാണ് കേട്ടോ. എന്താണ് പേര്? ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909. ഓക്കെ, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909. അപ്പൊ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇതിനെ വിളിക്കുന്ന പേര് മിന്റോ മോർലി റീഫോംസ് അല്ലെങ്കിൽ മോർലി മിന്റോ റീഫോംസ് എന്നാണ് വിളിക്കുന്നത്. മിന്റോ മോർലി റീഫോംസ് അല്ലെങ്കിൽ മോർലി മിന്റോ റീഫോംസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ലോർഡ് മിന്റോ ആണ് ഇവിടുത്തെ വൈസ്രോയി കേട്ടോ. മോർലി ഇവിടുത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ്. മിന്റോ ആണ് വൈസ്രോയി, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് മോർലി വരുന്നത്. ഓക്കെ, അപ്പോൾ സെൻട്രൽ അതുപോലെ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ സൈസ് ഇൻക്രീസ് ചെയ്തു. ഒരു 10 പേരുണ്ടായിരുന്ന ആ ഒരു സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ 60 പേരാക്കാനായിട്ട് തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ എന്താ, ഒഫീഷ്യൽ ആൾക്കാരായിരിക്കണം ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് പറയുന്നുണ്ട് കേട്ടോ. നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിനെ ആഡ് ചെയ്യാം. അതുപോലെ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിനും എന്താണ്, നോൺ ഒഫീഷ്യൽ മെജോറിറ്റിയോട് കൂടി നമ്പർ ഇൻക്രീസ് ചെയ്യാം. ഈ പറയുന്ന കുറെ ആളുകൾ ചർച്ച ചെയ്താലല്ല പുതിയ പുതിയ നല്ല നിയമങ്ങളൊക്കെ വരുള്ളൂ. അപ്പൊ മെമ്പേഴ്സിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്യാണ് മിന്റോ മോർലി റീഫോംസിനകത്ത് വരുവാണ്. ഓക്കെ, അതുപോലെ ആദ്യമായിട്ട് ഫോർ ദ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻസിന്റെ അസോസിയേഷൻ, ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻസ് വിത്ത് എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് വൈസ്രോയി ആൻഡ് ഗവർണേഴ്സ്. ഓക്കെ, ആദ്യമായിട്ട് എന്താണ്, ഇന്ത്യക്കാർക്ക് എന്താണ്, വൈസ്രോയിയുടെയും ഗവർണർമാരുടെയും ഒക്കെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് പ്രവേശനം എന്താണ് കൊടുക്കുകയാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909 പ്രകാരം. ഓക്കെ, അങ്ങനെ സത്യേന്ദ്ര പ്രസാദ് സിൻഹയാണ് ഫസ്റ്റ് ഇന്ത്യൻ ടു ജോയിൻ വൈസ്രോയീസ് എക്സിക്യൂട്ടീവ് കൗൺസിൽ. ഓക്കെ, അദ്ദേഹം ആ ഒരു ലോ മെമ്പർ ആയിട്ടാണ് അപ്പോയിന്റ് ചെയ്തത്. നിങ്ങളുടെ ചോദിക്കും, വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ എത്തപ്പെട്ട ആക്ട് ഏതാന്ന് ചോദിക്കും. അത് മിന്റോ മോർലി റീഫോംസ് ആണ്. 1909 മിന്റോ മോർലി റീഫോംസിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു ഇന്ത്യക്കാരൻ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് എത്തപ്പെടുന്നത്. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909 എന്ന് പറയുന്നത് മിന്റോ മോർലി റീഫോംസ് ആണ്. ഫസ്റ്റ് അവർ ചെയ്തത് സൈസ് ഓഫ് സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഇൻക്രീസ് ചെയ്തു. ഈ സൈസ് ഇൻക്രീസ് ചെയ്തെങ്കിലും ഈ 2 ബോഡികളിലും എന്തൊക്കെയുണ്ട്, നമ്മുടെ ഒഫീഷ്യൽ ആൾക്കാരുണ്ട്, നോൺ ഒഫീഷ്യൽ ആൾക്കാരുണ്ട്. നോൺ ഒഫീഷ്യൽ ആൾക്കാരെ ആര്
നമ്മുടെ വൈസ്രോയി നോമിനേറ്റ് ചെയ്ത് കൊണ്ടുവരുവാണ്. എന്തായാലും എത്ര നോമിനേഷൻസ് ഉണ്ടെന്ന് നോക്കുമ്പോഴും എന്ത് വേണം, ഒഫീഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം വേണം കൂടാനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്താണ് 10 പേരുണ്ടായിരുന്ന ആ ഒരു സഭ 60 പേരിലേക്ക് ഉയരുകയാണ്. അങ്ങനെ അതിനുശേഷം പറയാണ് വൈസ്രോയിക്ക് എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ട് അല്ലെ. ഇതാണ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആണ് അല്ലെ. ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെയും പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെയും കാര്യമാണ് പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ വൈസ്രോയ്ക്കും ഗവർണർക്കും ഒക്കെ എക്സിക്യൂട്ടീവ് കൗൺസിൽസ് ഉണ്ട്. അപ്പൊ ഈ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽസിലേക്ക് ഇന്ത്യക്കാരെ എടുക്കാം എന്നുള്ള തീരുമാനം വരുന്നു. അങ്ങനെ ആദ്യമായിട്ട് എത്തപ്പെടുന്ന ഇന്ത്യക്കാരനാണ് സത്യേന്ദ്ര പ്രസാദ് സിൻഹ. ഫസ്റ്റ് ഇന്ത്യക്കാരൻ ആരാണ്? സത്യേന്ദ്ര പ്രസാദ് സിൻഹ ആണ് ഫസ്റ്റ് ഇന്ത്യൻ ടു ജോയിൻ ദ വൈസ്രോയിസ് എക്സിക്യൂട്ടീവ് കൗൺസിൽ. ഓക്കെ, ലോ മെമ്പർ ആയിട്ടാണ് സത്യേന്ദ്ര പ്രസാദ് സിൻഹ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ, മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്, അതായത് കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ സ്റ്റാർട്ട് ചെയ്ത ഏത് നിയമമാണെന്ന് ചോദിക്കും. അത് മിന്റോ മോർലി റീഫോംസിനകത്താണ്. സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഫോർ മുസ്ലിംസ് അനുവദിച്ചു കൊടുത്തത് ഏത് നിയമമാണെന്ന് ചോദിക്കും. അത് മിന്റോ മോർലി റീഫോംസ് ആണെന്ന് ഓർത്തിരിക്കണം. കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ, സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഫോർ മുസ്ലിംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് ഏതാണ്? മിന്റോ മോർലി റീഫോംസ് ആണെന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഈ ആക്ട് എന്താണ്? കമ്മ്യൂണലിസം ലീഗലൈസ് ചെയ്ത ഒരു ആക്ട് ആണ്. അങ്ങനെ ലോർഡ് മിന്റോനെ എന്താ ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ടറേറ്റ് എന്ന് വിളിക്കുകയാണ്. ലോർഡ് മിന്റോനെ ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ടറേറ്റ് എന്ന് വിളിക്കുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ടറേറ്റ്? ആരാണ് ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ടറേറ്റ് എന്ന് വിളിക്കുന്നത്? ആരാണ്? പെട്ടെന്ന് പറഞ്ഞേ, ആരാണ്? ലോർഡ് മിന്റോ ആണ് കേട്ടോ. ലോർഡ് മിന്റോ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ടറേറ്റ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ അത് അത്രയും ഓർത്തിരിക്കുക. ഇതെപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ. അതുപോലെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് സത്യേന്ദ്ര പ്രസാദ് സിൻഹ എത്തപ്പെട്ടതും അതുപോലെ കമ്മ്യൂണൽ ഇലക്ടറേറ്റുകൾ കൊണ്ടുവന്നതുമായിട്ടുള്ള നിയമമാണ് മിന്റോ മോർലി. ഇത് രണ്ടുമാണ് എപ്പോഴും ചോദിക്കുന്നത് കേട്ടോ. അത് എപ്പോഴും ചോദിക്കും. അതുപോലെ ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ടറേറ്റ് എന്ന് അറിയപ്പെടുന്ന ലോർഡ് മിന്റോ, അതും എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അടുത്ത ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1910. കൗൺസിൽസ് ആക്ട് എന്നുള്ള പേര് കഴിഞ്ഞു കേട്ടോ. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്നുള്ള പേര് കഴിഞ്ഞു. അപ്പൊ 3 കൗൺസിൽസ് ആക്ട് ഉണ്ടായിരുന്നു. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്താണ്? 1861 പറഞ്ഞു, അതുപോലെ 1892 പറഞ്ഞു, 1909 പറഞ്ഞു. ഇനി വരുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണ്. ഓക്കെ, ഇതിനെ വിളിക്കുന്നത് മൊണ്ടേഗു ചെംസ്ഫോർഡ് റീഫോംസ് എന്നാണ്. മൊണ്ടേഗു ചെംസ്ഫോർഡ് റീഫോംസ്. മൊണ്ടേഗു ആണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ട് വരുന്നത്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ചെംസ്ഫോർഡ് ആണ് ലോർഡ് ചെംസ്ഫോർഡ് ആണ് വൈസ്രോയി എന്ന് പറയുന്നത്. ചോദിക്കും, ഇതിൽ ആരാണ് വൈസ്രോയി സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും കേട്ടോ. സെൻട്രൽ പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചേഴ്സ് എന്താണ്? authorized to make laws on their perspective list of subjective. അതായത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിന് എന്താണ് നിയമം നിർമ്മിക്കും. ഇപ്പോൾ നമ്മുടെ ഫെഡറൽ സിസ്റ്റം, നമ്മൾ യൂണിയൻ ലിസ്റ്റ് എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് തിരിച്ചിട്ടില്ലേ, അതുപോലെ എന്താണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് റീഫോംസ് വന്നപ്പം സെൻട്രൽ ലെജിസ്ലേഷന് നിർമ്മിക്കാൻ കഴിയുന്ന സബ്ജക്റ്റുകൾ ഇതൊക്കെയാണ്. നിയമം നിർമ്മിക്കാൻ കഴിയുന്ന സബ്ജക്റ്റുകൾ ഇതൊക്കെയാണ്. പ്രൊവിൻഷ്യൽ ലെജിസ്ലേഷന് നിയമം നിർമ്മിക്കാൻ കഴിയുന്ന സബ്ജക്റ്റുകൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞ് രണ്ടായിട്ട് തിരിച്ചു. അതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ഒരു സിസ്റ്റം. പിന്നെ ഈ നമ്മുടെ ഇന്ത്യയിൽ ഡയാർക്കി ഗവൺമെന്റിന് ഡയാർക്കി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് പ്രൊവിൻഷ്യൽ സബ്ജക്റ്റിനെ നമ്മൾ ട്രാൻസ്ഫേർഡ് എന്നും റിസർവ്ഡ് എന്നും രണ്ടായിട്ട് തിരിച്ചു. അതാണ് ഡയാർക്കി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഡയാർക്കി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആക്ട് ഏതാന്ന് ചോദിക്കും. അതേതാ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1919. അതെന്താ അറിയപ്പെടുന്നത്? എങ്ങനെയാ? മൊണ്ടേഗു ചെംസ്ഫോർഡ് റീഫോംസ് എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ എന്താണ് ചെയ്യുന്നത്? പ്രൊവിൻഷ്യൽ സബ്ജക്റ്റിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. ഈ പറയുന്ന നിയമങ്ങളെ രണ്ടായിട്ട് തിരിച്ചു. ഒന്ന് ട്രാൻസ്ഫേർഡ് എന്നും റിസർവ്ഡ് എന്നും. ഈ ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റുകൾ ഗവർണർ ആണ്. ഓക്കെ, മിനിസ്റ്റേഴ്സും ഗവർണറും കൂടിയാണ് നോക്കുന്നത്. അതുപോലെ എന്താണ് റിസർവ്ഡ് സബ്ജക്റ്റ് ആണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ഗവർണർ ആൻഡ് ഹിസ് എക്സിക്യൂട്ടീവ് കൗൺസിൽ വിത്തൗട്ട് ബീങ് റെസ്പോൺസിബിൾ ടു ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നാ. അപ്പൊ ചില സബ്ജക്റ്റുകൾ എന്താണ് നമ്മുടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിനോട് വിധേയമായിട്ട് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അവിടെ ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റ് ആണ് അതായത് ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതി വെച്ചത് ഇപ്പൊ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് നമ്മൾ തിരിച്ചു വെച്ചിട്ടില്ലേ, അതുപോലെ ട്രാൻസ്ഫേർഡ് നമ്മൾ തിരിച്ചു വെച്ചിരിക്കുന്ന ആ സബ്ജക്റ്റുകൾ എന്താ ഗവർണറും മിനിസ്റ്റർമാരും കൂടിയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ഗവർണറും മിനിസ്റ്റർമാരുമാണ്. അത് ലെജിസ്ലേറ്റീവ് കൗൺസിലിനോട് റെസ്പോൺസിബിൾ ആണ് ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റുകൾ. എന്നാൽ ചില സബ്ജക്റ്റുകൾ അത് റിസർവ്ഡ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ഗവർണറുടെ എക്സിക്യൂട്ടീവ് കൗൺസിലും മാത്രം തീരുമാനം എടുത്താൽ മതി, ആരോടും ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. അതാണ് റിസർവ്ഡ് സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ,
അത് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ട്രാൻസ്ഫേർഡ് എന്നും റിസർവ്ഡ് എന്നും പ്രൊവിൻഷ്യൽ സബ്ജക്റ്റുകളെ രണ്ടായിട്ട് തിരിച്ച ആക്ട് ഏതാന്ന് ചോദിക്കും. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1990 ആണ്. അതുപോലെ ഡയാർക്കി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത നിയമം ഏതാന്ന് ചോദിക്കും. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ബൈക്യാമറലിസം അതുപോലെ ഡയറക്റ്റ് ഇലക്ഷൻസും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇന്ത്യയിലെ ബൈക്യാമറലിസം ഡയറക്റ്റ് ഇലക്ഷൻസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1990 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസില് ബൈക്യാമറൽ ലെജിസ്ലേറ്റർ ആയിട്ട് നമ്മൾ തിരിച്ചു. അപ്പൊ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറഞ്ഞ ഒറ്റ നിയമനിർമ്മാണ സഭയെ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ ബൈക്യാമറലിസം വഴി രണ്ടാക്കി. ഒന്ന് അപ്പർ ഹൗസ് ഏതാണ്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, അടുത്തത് ലോവർ ഹൗസ്. അങ്ങനെയല്ലേ നമ്മളിപ്പോ പോകുന്നത്. ലോവർ ഹൗസ് അത് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണ്. ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ചു. അതാണ് ബൈക്യാമറലിസത്തിൽ ചെയ്തത്. എന്തൊക്കെയാ ചെയ്തത്? അപ്പർ ഹൗസ് എന്നും ലോവർ ഹൗസ് എന്നും രണ്ടായിട്ട് പ്രൊവിൻഷ്യൽ നമ്മുടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ രണ്ടായിട്ട് തിരിച്ചു. എങ്ങനെയാണ്? അപ്പർ കൗൺസിൽ, അതായത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, നമ്മുടെ ഇപ്പോഴത്തെ രാജ്യസഭയുടെ ഒരു സംഭവം അല്ലെ, അപ്പർ കൗൺസിൽ എന്നും ലോവർ കൗൺസിൽ എന്നും രണ്ടായിട്ട് തിരിച്ചു. ബൈക്യാമറലിസം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഡയറക്റ്റ് ഇലക്ഷൻ അല്ല, ഡയറക്റ്റ് ഇലക്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ 1926 ഒരു സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് അവർ തീരുമാനിച്ചത് എന്താണ്? പബ്ലിക് സർവൻസ്, സിവിൽ സർവൻസിനെ, അതായത് എന്താണ് ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ട് ഉള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് പ്രത്യേകമായിട്ടും ഒരു പരീക്ഷകൾ നടത്തി അതിനൊരു കമ്മീഷനൊക്കെ കൊണ്ടുവരണമെന്ന് തീരുമാനിക്കുന്നു. അതുമായിട്ട് അതായത് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ് തീരുമാനിക്കുന്നത്. അതിനുശേഷം 1923 സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു കമ്മിറ്റി, ലീഗ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റിനെ കൊണ്ടുവരുന്നു. ആ കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ട് വന്നതിന് ശേഷം 1926 സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ UPSC, ഓക്കെ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യത്തെ ഫോം അതെന്താണ്? 1926 വരുന്നത് കേട്ടോ. അത് വരാൻ കാരണമായ കമ്മിറ്റി ഏതാന്ന് ചോദിക്കും. അത് ലീഗ് കമ്മിറ്റിയാണ്. നിയമം ഏതാന്ന് ചോദിക്കും. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയിൽ ബൈക്യാമറൽ ലെജിസ്ലേഷൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് നിയമമാണെന്ന് ചോദിക്കും. അത് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇന്ത്യയിലെ ലെജിസ്ലേച്ചറിനെ അപ്പർ ഹൗസ് എന്ന് ലോവർ ഹൗസ് എന്ന് രണ്ടായിട്ട് തിരിച്ച നിയമം ഏതാന്ന് ചോദിക്കും. അത് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇന്ത്യയിൽ അതുപോലെ തന്നെ എന്താ സബ്ജക്റ്റുകളെ ആക്ട് നമ്മുടെ സെൻട്രലിൽ നിന്നും അതുപോലെ റിസർവ്ഡ് എന്നും ട്രാൻസ്ഫേർഡ് എന്നും രണ്ടായിട്ട് തിരിച്ച ആക്ട് ഏതാന്ന് ചോദിക്കും. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നതാണ്. എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന പോർഷൻ ആണ് ഈ പറയുന്നത്. അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഒരുപാട് ഈ 1935 ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട്. ആ പ്രൊവിഷൻസ് ഒക്കെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കുന്ന സമയത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ആൻ ഓൾ ഇന്ത്യ ഫെഡറേഷൻ, ഇന്ത്യ മൊത്തത്തിൽ നമ്മൾ ഏകീകരിക്കുകയാണ് കേട്ടോ. ഓൾ ഇന്ത്യ ഫെഡറേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് പ്രൊവിൻസസ് ആൻഡ് പ്രിൻസ്ലി സ്റ്റേറ്റ് ആസ് യൂണിറ്റ്. ഓക്കെ, അപ്പം പ്രൊവിൻസ് പലതരം നമ്മുടെ ബ്രിട്ടീഷ് പ്രൊവിൻസുകളും അതുപോലെ നാട്ടുരാജ്യങ്ങളും ഉൾപ്പെടുത്തി ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ രൂപീകരിക്കാൻ ആദ്യമായിട്ട് തീരുമാനിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് കേട്ടോ. അതുപോലെ ഈ ആക്ട് നമ്മൾ നേരത്തെ ട്രാൻസ്ഫേർഡ് എന്ന് റിസർവ്ഡ് എന്നും തിരിച്ചിരുന്ന പവറുകൾ നമ്മൾ സെന്റർ വെച്ചിട്ട് നമ്മൾ മൂന്നായിട്ട് തിരിച്ചു. ഒന്ന് എന്താണ്? ഫെഡറൽ ലിസ്റ്റ് ഫോർ സെന്റർ, അതായത് നമ്മുടെ യൂണിയൻ ലിസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ഫെഡറൽ ലിസ്റ്റ്. അതിനകത്ത് 59 ഐറ്റംസ് ആണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതാണ് സ്റ്റേറ്റ് ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, അതായത് ഇപ്പോഴത്തെ സ്റ്റേറ്റ് ലിസ്റ്റിന് ഈക്വൽ ആയിട്ട് പ്രൊവിൻഷ്യൽ ലിസ്റ്റ്. അതിനകത്ത് 54 ഐറ്റം ആണ്. പ്രൊവിൻഷ്യൽ ലിസ്റ്റിനകത്ത് 54. കൺകറന്റ് ലിസ്റ്റ് 36 സബ്ജക്റ്റുകളാണ്. ഇപ്പോഴത്തെ നമ്മുടെ എന്താണ് യൂണിയൻ, സ്റ്റേറ്റ്, അതുപോലെ കൺകറന്റ് ലിസ്റ്റ് എന്ന് മൂന്നായിട്ട്. എന്താണ് ഈ ലിസ്റ്റ് സബ്ജക്ട് എന്നൊക്കെ പറഞ്ഞാൽ ഈ പറയുന്ന ചിലപ്പോ പോലീസ് അല്ലെങ്കിൽ എന്താണ് പ്രതിരോധം ഇങ്ങനെയൊക്കെ പറയുന്ന സബ്ജക്റ്റുകൾ കൊടുത്തിരിക്കുകയാണ്. ഈ സബ്ജക്റ്റിനെ പറ്റിയുള്ള നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്ക് മാത്രമായിട്ട് കൊടുത്തു? അപ്പൊ യൂണിയൻ ഫെഡറൽ ലിസ്റ്റിനകത്തുള്ള സബ്ജക്റ്റുകളാണ്. അതിനെ പറ്റിയുള്ള നിയമങ്ങൾ ആകെ ആർക്ക് മാത്രമേ പറ്റുള്ളൂ? സെന്ററിന് മാത്രമേ പറ്റുള്ളൂ. അതുപോലെ എന്താണ് പ്രൊവിൻഷ്യൽ ലിസ്റ്റിനകത്തുള്ള സബ്ജക്റ്റുകളെ പറ്റിയുള്ള നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം പ്രൊവിൻസുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലികൾക്ക് മാത്രമേ പറ്റുള്ളൂ. കൺകറന്റ് ആണെങ്കിൽ രണ്ട് സഭകൾക്കും ഒരുപോലെ അധികാരമുള്ള സബ്ജക്റ്റുകളാണ് കൺകറന്റിൽ കൊടുത്തത്. അതിനകത്ത് ഫെഡറൽ ലിസ്റ്റിൽ 59 ഐറ്റംസും പ്രൊവിൻഷ്യൽ ലിസ്റ്റിൽ 54 ഐറ്റംസും കൺകറന്റ് ലിസ്റ്റിൽ 36 ഐറ്റംസും ആണ് ഉണ്ടായിരുന്നത്.
ഓക്കെ. ഇനി പിന്നെ റെസിഡ്യൂറി പവേഴ്സ്. ഇപ്പോഴത്തെ റെസിഡ്യൂറി പവേഴ്സിൽ തീരുമാനം എടുക്കുന്നത് യൂണിയൻ ഗവൺമെന്റ് ആണ്. ഇപ്പൊ ഇവര് പറഞ്ഞിരിക്കുന്നു 1935 റെസിഡ്യൂറി പവേഴ്സിനകത്ത് ആ സബ്ജക്റ്റുകൾക്കുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം വൈസ്രോയ്ക്കാണ് വിട്ടുകൊടുത്തത്. ഓക്കെ, വൈസ്രോയ്ക്കാണ് വിട്ടുകൊടുത്തത്. അതുപോലെ ഡയാർക്കി സിസ്റ്റം എന്ത് ചെയ്തു, എടുത്തു കളഞ്ഞു. പ്രൊവിൻഷ്യൽ ഓട്ടോണോമി എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്, അതായത് ഓരോ പ്രൊവിൻസിനും അവരുടേതായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ ഇപ്പൊ ഓരോ സ്റ്റേറ്റിനും ഉണ്ടല്ലോ, അതുപോലെ പ്രൊവിൻഷ്യൽ ഓട്ടോണോമി എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരം. ഓക്കെ. അതുപോലെ തന്നെ ഈ ആക്ട് പ്രകാരമാണ് നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരുന്നത്. ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പേര് മാറ്റി ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാക്കുന്നു. അതുപോലെ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ഫോർ സെന്റർ എക്സാംസ്, അതുപോലെ പ്രൊവിൻഷ്യൽ സർവീസ് കമ്മീഷൻസ് ഫോർ സ്റ്റേറ്റ് ലെവൽ എക്സാംസ്, ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഫോർ 2 or more സ്റ്റേറ്റ്, അല്ലെങ്കിൽ എന്താണ് അങ്ങനെയും നിർമ്മിക്കാം. അങ്ങനെ 3 തരത്തിലുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻസ് വരുന്നു. 1937 എന്ത് വരുന്നു, ഫെഡറൽ കോർട്ട് വരുന്നു. 1937 ഫെഡറൽ കോർട്ട് വരുന്നു. ഇതെല്ലാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം വരുന്നതാണ്. 1930 ഈ ഫെഡറൽ കോർട്ടാണ് ആക്ച്വലി ഇപ്പോൾ ഉള്ള സുപ്രീം കോർട്ടിന്റെ ആദ്യത്തെ രൂപം. ആദ്യം വന്ന 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം നമുക്കൊരു സുപ്രീം കോർട്ട് വരുന്നുണ്ടായിരുന്നു കൽക്കട്ടയിൽ. ആ മോഡല് അതിനെയല്ല, ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ മുൻഗാമി ഏതാണ്, 1937 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം വന്ന ഫെഡറൽ കോർട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ എന്തെന്ന് പറയുന്നത്, സുപ്രീം കോർട്ടിന്റെ മുൻഗാമി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നു. അപ്പൊ എന്തൊക്കെയാ വന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം? നമ്മൾ പ്രധാനമായിട്ടും ആ ഒരു ഫെഡറൽ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലെ, ഫെഡറൽ സിസ്റ്റം. അതിനകത്ത് എന്താണ്, ഫെഡറൽ ലിസ്റ്റ് സെന്ററിന് വേണ്ടിയിട്ട് 59 ഐറ്റംസ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ് പ്രൊവിൻസസിന് വേണ്ടിയിട്ട് 54 ഐറ്റംസ്, കൺകറന്റ് ലിസ്റ്റ് 3 തിരിച്ചു. അതുപോലെ ഡയാർക്കി അബോളിഷ് ചെയ്ത് കളഞ്ഞു, പ്രൊവിൻഷ്യൽ ഓട്ടോണോമി കൊണ്ടുവന്നു. പിന്നീട് എന്താണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നു, ഫെഡറൽ കോർട്ട് വന്നു, ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നിങ്ങനെ പബ്ലിക് സർവീസ് കമ്മീഷൻസിനെ തിരിച്ചു. ഓക്കെ, ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരം. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 നിലവിൽ വരുന്നത് കേട്ടോ. 1935 റിസർവ് RBI നിലവിൽ വരുന്നത്, അത് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, പിന്നീട് നമുക്ക് ലാസ്റ്റ് അവർ നമുക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഒരു ആക്ട് പ്രകാരമാണ് എന്ത് വരുന്നത്, ബ്രിട്ടീഷുകാർ ഇവിടെ വിട്ടു പോകുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യനെ ഒരു സൊവേറിയൻ സ്റ്റേറ്റ് ആയിട്ട്, ഒരു പരമാധികാര രാജ്യമായിട്ട് നമുക്ക് വിട്ടു തന്നിട്ട് അവര് പോന്നു. അപ്പൊ ബ്രിട്ടീഷ് ഗവൺമെന്റ് അവസാനമായി ഇന്ത്യക്കാർക്ക് വേണ്ടി നിയമിച്ച നിയമം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 ആണ്. അപ്പൊ ഈ ആക്ട് പ്രകാരം ഇന്ത്യ രണ്ടായിട്ട് ഡിവൈഡ് ആയി, പാകിസ്ഥാനെന്നും ഇന്ത്യയെന്നും. ഓക്കെ, 2 ഇൻഡിപെൻഡന്റ് ഡൊമിനിയൻസ് ആയിട്ട് ഡിവൈഡ് ആയ ആക്ട് ഏതാന്ന് ചോദിക്കും. അത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 ആണെന്ന് ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അതുപോലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അതങ്ങ് അബോളിഷ് ചെയ്ത് കളഞ്ഞു. അതുപോലെ അദ്ദേഹത്തിന്റെ ഫങ്ഷൻസ് എല്ലാം എന്താണ്, ആ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ ആ ഓഫീസും അതിന്റെ ഫങ്ഷൻസും എല്ലാം കോമൺവെൽത്ത് അഫയേഴ്സിന് വേണ്ടിയിട്ടുള്ള എന്താണ് ഫങ്ഷൻസ് ആക്കി അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കളഞ്ഞു. ഓക്കെ, അബോളിഷ്ഡ് ദ ഓഫീസ് ഓഫ് ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ, ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇത് മാറ്റിയിട്ട് കോമൺവെൽത്ത് അഫയേഴ്സ്. അപ്പോൾ ബ്രിട്ടീഷ് ക്രൗണിന്റെ അണ്ടറിലുള്ള രാജ്യങ്ങളെല്ലാം ചേർന്ന് കോമൺവെൽത്ത് എന്ന് പറഞ്ഞിട്ടൊരു അസോസിയേഷൻ ഉണ്ട്, കോമൺവെൽത്ത് അഫയേഴ്സിന് വേണ്ടിയിട്ടുള്ള സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആക്കി മാറ്റി. ഓക്കെ, അങ്ങനെ എന്താണ്, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഡെസിഗ്നേഷൻ തിരിച്ചു കൊണ്ടുവന്നു. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആൻഡ് പ്രൊവിൻഷ്യൽ ഗവർണേഴ്സ് ആസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. ഇത് നമ്മുടെ പ്രസിഡന്റ് എന്ന് പറയുന്ന ആ ഒരു പൊസിഷന്റെ ആദ്യത്തെ ഫോമായിട്ട് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 പ്രകാരം. ഓക്കെ, അപ്പൊ അത്രയും ഓർത്ത് വെച്ചേക്കുക, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 ഇതാണ് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് അവർ നിർമ്മിക്കുന്ന ലാസ്റ്റ് നിയമം എന്ന് പറയുന്നത്, ബ്രിട്ടീഷുകാർ നിയമിക്കുന്നത് കേട്ടോ, നിർമ്മിക്കുന്നത്. അപ്പം അത് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും 2 എന്താണ് ഇൻഡിപെൻഡന്റ് ഡൊമിനിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു ബ്രിട്ടീഷ് ഇന്ത്യനെ. പിന്നീട് അതുപോലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ എടുത്തു കളയുന്നു. അതുപോലെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു
പൊസിഷൻ തിരിച്ചു കൊണ്ടുവന്നിട്ട് എന്താ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് ആക്കി മാറ്റുവാണ്. അതുപോലെ ഓരോ പ്രൊവിൻസസിനും ഓരോ ഗവർണറെ കൊടുത്തു. അവരെന്താണ് നോമിനൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റും ആയിട്ട് മാറുവാണ്. അതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിന്റെ. ഇതിന് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ എന്താണ് ഫ്രീഡം സ്ട്രഗിളിനെ പറ്റി പറയുമ്പോൾ ഇൻഡിപെൻഡൻസ് ആക്ടിന്റെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഈ പറയുന്ന ഇൻഡിപെൻഡൻസിലേക്ക് എത്തിയത് എന്നൊക്കെ പറയുന്ന കഥ അപ്പൊ പഠിക്കാം. ഇപ്പൊ തൽക്കാലം ആക്ടിന്റെ കാര്യങ്ങൾ മാത്രം പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ഇത് ഇത്രയാണ് നമ്മൾ ബ്രിട്ടീഷ് ക്രൗണിന് അണ്ടറിൽ വന്നിട്ടുള്ള നമ്മുടെ ആക്ടുകൾ. ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഏതായിരുന്നു പഠിച്ചത്? ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1892, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909. ഇത്രയാണ് കൗൺസിൽസ് ആക്ടിൽ വരുന്നത്. പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഏതൊക്കെയാണ് പഠിച്ചത്? 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് പഠിച്ചത്. ഓക്കെ. പിന്നീട് ലാസ്റ്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1940s ആണ്. ഇത്രയാണ് ആക്ടുകൾ വരിക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ് കേട്ടോ, പോർഷൻ ആണ് ഇത്. നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. കാര്യം ബിക്കോസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിങ്ങൾക്ക് കിട്ടും. ഉറപ്പാണ് ഏതെങ്കിലും പരീക്ഷയ്ക്ക് ഈ വർഷം ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പൊ നമ്മൾ അത്രയും ആക്ടുകളാണ് പഠിച്ചത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. നിങ്ങൾ ആദ്യത്തെ ഫസ്റ്റ് പോർഷൻ കാണാത്തവർ അതും കൂടി പോയി കണ്ട് നോട്ട് എഴുതി വെച്ച് പഠിക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നല്ലൊരു എന്താണ് പരീക്ഷ എഴുതാനായിട്ട് നിങ്ങൾ ചെന്നിരിക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കില്ലേ? അപ്പൊ ആ ഒരു സന്തോഷം എല്ലാവർക്കും കിട്ടട്ടെ. നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ. തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ.